തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പുതിയ സാരഥികളെ സ്വീകരിച്ച് ഭിന്നശേഷി കുട്ടികൾ. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ നടക്കുന്ന ഹോസ്തൃക് BRCയുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് കൂട്ട് 2025-ലേതാണ് ഈ വേറിട്ട വിശേഷം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V പ്രകാശൻ, കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രജിത, കോടമ്പുളർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ജയചന്ദ്രൻ, പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ്, വാർഡ് കൌൺസിലർ M ബൽരാജ് നായിക്കിനെയും സ്വീകരിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ ഹോസ്തൃക് BRCയുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് ക്യൂട്ട് 2025-ന് തുടക്കം കുറിച്ചത്. കിടപ്പിലായ കുട്ടികളെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് കൈപിടിച്ച് നടത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് BRCയുടെ ഈ സഹവാസ ക്യാമ്പ്. ഹോസ്തൃക് BRC പരിധിയിലെ 20 വിഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ഇവരുടെ രക്ഷിതാക്കളും 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. തങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവാണിതെന്ന് കുട്ടികളിൽ നിന്നും ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനപ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ഇതിന്റെ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായ ധാരണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സമഗ്ര ശിക്ഷാ കേരള നമ്മുടെ വിദ്യാഭ്യാസ കൺസെപ്റ്റിനെ തന്നെ മാറ്റി എല്ലാ വിഭാഗം കുട്ടികളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതുകൊണ്ടും അതിൽ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ പരിഗണന നൽകുകയും അവരെ കൂടി മറ്റു കുട്ടികളോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ സംവിധാനം എന്ന് പറയുന്നത്. ഉപഹാരം വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമായി കാണുകയാണ്. അതോടൊപ്പം ഭിന്നശേഷി മേഖലയിൽ ചിലപ്പോൾ രാജ്യം തന്നെ ശ്രദ്ധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു സംവിധാനം വരുന്ന നാടിന്റെ പ്രതിനിധി കൂടിയാണ്. മുരുകാൻ സാറിന്റെ ഏറ്റവും വലിയ സംവിധാനം ഞാൻ തൊഴിലാളിയിൽ എന്റെ വാർഡിലാണ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ മേഖലയിലുള്ള ആളുകൾക്ക് ഉൾപ്പെടെ പ്രതീക്ഷയാകുന്ന സ്ഥാപനമായി അത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചടങ്ങിൽ ഹോസ്തൃക് AEO K സുരേന്ദ്രൻ അധ്യക്ഷനായി. നീലേശ്വരം നഗരസഭാ കൌൺസിലറായ C സുഭാഷ്, VV പ്രകാശൻ, ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ VS ബിജുരാജ്, M സുമാദേവി, K ഉണ്ണികൃഷ്ണൻ, ശ്യാം മോഹൻ KP തുടങ്ങിയവരും സംസാരിച്ചു. ഹോസ്തൃക് VPC സനിൽകുമാർ വെള്ളുവ സ്വാഗതം പറഞ്ഞു. സംഗീതം, വര, അഭിനയം, എഴുത്ത്, നിർമ്മാണം, മാജിക് ഷോ, പാരന്റിംഗ്, യോഗ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നുപോകുന്ന സഹവാസ ക്യാമ്പ് ഡിസംബർ 30 ചൊവ്വാഴ്ച അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.